الحمد لله وحده والصلاة والسلام على من لا نبي بعد وعلى آله وأصحابه أجمعين ما بعد. اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വഅത്ബി അസ്സയ്യിഅ അൽഹസന തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ഒരേ ഒരു ഹദീസിൽ 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള വലിയ നന്മകളെ കുറിച്ചിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. ആദ്യമായി ഇത്തഖില്ലാഹ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നു. ശക്തമായൊരു ഉപദേശമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നു. നമ്മൾ എവിടെയായിരുന്നാലും കാര്യമില്ല, അതിലൊന്നും ഒരു വിഷയമില്ല. അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ ഒറ്റയ്ക്കൊരു റൂമിനകത്തായിരുന്നാലും, ആരുടെയും കണ്ണെത്തിപ്പെടാത്ത ഒരു മരുഭൂമിയിലാണെങ്കിലും, വിജനമായൊരു സ്ഥലത്താണെങ്കിലും, എവിടെയാണെങ്കിലും അള്ളാഹു കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക? ഇത്തഖില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഒരു കുട്ടിയുടെ കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി ഉമ്മയുടെ നിരന്തരമായിട്ടുള്ള പ്രേരണ ഉണ്ടായിട്ടും ആ പെൺകുട്ടി പറയുന്നത്, ആ ഉമ്മ പറയുന്ന ന്യായം, മോളെ പാലിൽ വെള്ളം ചേർത്ത് നമുക്ക് ലാഭമുണ്ടാക്കാം. അപ്പോൾ ആ കുട്ടി പറയുന്നത് എന്താണ്? ഖലീഫ ഉമർ, അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം വിലക്കിയിട്ടുണ്ട്, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഉമ്മ പറയുന്നു, അമീറുൽ മുഅ്മിനീൻ നമ്മളെ ഇപ്പോൾ കാണുന്നില്ലല്ലോ, മോളത് ചെയ്യും. അപ്പോൾ ആ കുട്ടി പറഞ്ഞ എന്താണ്? അല്ലാഹു യറാന, അള്ളാഹു നമ്മളെ കാണുന്നുണ്ടല്ലോ ഉമ്മ എന്നാണ്. ഇത് കേൾക്കാനിടയായ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നു? തിരിച്ച് വീട്ടിലേക്ക് ചെന്ന് തൻ്റെ ആൺമക്കളെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അള്ളാഹുവിനെ ഭയക്കുന്ന ഒരു പെൺകുട്ടിയെ വധുവായി നിങ്ങളിൽ ആർക്കാണ് ആഗ്രഹമുള്ളത് എന്ന് ചോദിക്കും. അങ്ങനെ ആസിം റളിയല്ലാഹു അൻഹു പിന്നെ ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ ആ കുട്ടിയുടെ അവരിലുണ്ടായിരുന്ന ഒരു മകളുണ്ടായി. ആ മകളുടെ പേരാണ് ലൈല. ആ ലൈലയുടെ മകനാണ് ചരിത്രമറിഞ്ഞ 5ാം ഖലീഫ എന്ന് പോലും അറിയപ്പെട്ട, 2ാം ഉമർ എന്നറിയപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. സഹോദരങ്ങളെ, തഖ്വ കൊണ്ട് അള്ളാഹു മനുഷ്യരെ കൊണ്ടുപോകുന്ന ദറജയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഭയക്കുന്ന, അദൃശ്യമായ നിലയിൽ അള്ളാഹുവിനെ ഭയക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകുമ്പോൾ നമ്മളെ ഈ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു എവിടെ വരെ ഉയർത്തും എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ സലഫ് സാലിഹുകളിലും സ്വഹാബാക്കളിലും പ്രവാചകരിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. തഖ്വ കൊണ്ട് അള്ളാഹു നമ്മളെ ഉയർത്തും, ഇരു ലോകത്തും അള്ളാഹു നമ്മളെ ഉയർത്തും. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം നമ്മൾ എവിടെയായിരുന്നാലും. അതുപോലെ രണ്ടാമതായി നമ്മൾക്കൊരു തെറ്റ് സംഭവിച്ചു പോയാൽ, മനുഷ്യരാണ്, നമുക്കെല്ലാം തെറ്റ് സംഭവിക്കും. കുല്ലു ബനി ആദം ഖത്താ, എല്ലാ ആദം സന്തതികളും തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബ്, എന്നാൽ ഈ തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും ഉത്തമർ ആരാണ്? തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. തൗബയുടെ പ്രാധാന്യമെല്ലാം നമുക്കറിയുന്നതാണ്. അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടനെ തന്നെ ഒരു നന്മ ചെയ്യുക. എന്തുമാകട്ടെ, ഒരു 2 റക്അത്ത് നമസ്കാരമാകാം, അല്ലെങ്കിൽ ഖുർആൻ പാരായണമാകാം, സ്വതക്കയാകാം. അതുപോലെ നമ്മളെ കൊണ്ടാകുന്ന ചെറുതോ വലുതോ ആകട്ടെ, എന്തെങ്കിലും ഒരു നന്മ അതിൻ്റെ തൊട്ടുടനെ നമ്മൾ ചെയ്യുക. എങ്കിൽ തംഹുഹ, അത് അതിനെ മായ്ച്ചു കളയും. ആ നന്മ ഈ തിന്മയെ മായ്ച്ചു കളയും. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കട്ടായം പറഞ്ഞ കാര്യമാണ്. ഇന്നൽ ഹസനാത്ത്, നിശ്ചയമായും നന്മകൾ, യുദ്ഹിബുന, അത് പോക്കിക്കളയും, സയ്യിആത്ത്, തിന്മകളെ ഇല്ലായ്മ ചെയ്യുന്ന. അതുകൊണ്ട് ഒരു നന്മ തിന്മയ്ക്കു ശേഷം ഉടനെ തുടർത്തുക. മൂന്നാമതായി വഖാലിഖിൻ നാസ് ബിഖുലുഖിൻ ഹസൻ, ആളുകളോട്, മനുഷ്യരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക. സൽസ്വഭാവത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. അള്ളാഹുവിന്റെ അടുക്കൽ നാളെ ഖുലാസിൽ ഏറ്റവും അധികം ധനം തോന്നുന്നത് സൽസ്വഭാവമായിരിക്കും. അത് ചെറിയ ഒരു കാര്യമാകട്ടെ, നമ്മുടെ സഹോദരനോട് നോക്കി ഉള്ള മുഖത്ത് നോക്കിയുള്ള പുഞ്ചിരി പോലും സ്വതക്കയായി എണ്ണിയ ഇസ്ലാമാണ്. അതുകൊണ്ട്
സൽസ്വഭാവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ശ്രദ്ധിക്കും. ഈ 3 കാര്യങ്ങൾ ഒരൊറ്റ ഹദീസിൽ, ഒരൊറ്റ സംസാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിച്ചു തരികയാണ്. കഴിവതും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.